മുറുക്കത്തിനും കാവാലം ചേട്ടി. അത് ഓൾറെഡി നീരജ് അതെങ്ങനെ നീരജ് അറിഞ്ഞു? കാരണം ഇവ എപ്പോഴും എന്റെ റൂമിൽ വരും. എന്നോട് ചോദിക്കും ആളെ ബാഗില് ഷഡ് ഇവിടെ വെച്ചു. അപ്പൊ ഞാൻ എംപുരാ പക്ഷെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോ പറയുന്ന എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇവിടെയുള്ള പലരും ഈ ഡിറ്റക്റ്റീവ് ജോലി അന്വേഷിക്കുന്ന അതാണോ? സത്യത്തിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ധ്യാനില്ലേ, അതായത് ഞങ്ങൾ ചണ്ടിയിടാറില്ല. നസീർക്ക് ഫുൾ ടൈം കഥാപാത്രം, കഥയുടെ പാത്രം. ഈ വിഗ് ഊരിയാൽ ഇതിപ്പോ നസീർക്ക, നമ്മളെല്ലാരും നസീർക്ക. ഇത് ഊരിയാൽ കഥാപാത്രം അത് ഊരി കാണിച്ചു എന്നാ മറ്റേ ഊരി കാണിച്ചു. ഇത് മൊത്തം ഒരു ജെട്ടി ഇന്റർവ്യൂ ആയി പോയല്ലോ. സ്വന്തമായിട്ടൊരു ജെട്ടി ഏറെ നാളായി കൊതിച്ചോരെ സ്വന്തമായിട്ടിരിക്കട്ടെ കാവാലം ജെട്ടി. നസീർക്ക ഇതുപോലെ ഇങ്ങനെയൊക്കെയുള്ള ഈ യങ്സ്റ്റേഴ്സിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇതുപോലെ ബുദ്ധി കൊണ്ട് മാത്രം അഭിനയിക്കാമെന്ന് തീരുമാനിച്ചു. നമ്മൾ എന്തിനു റെഡിയാന്നേ? ശരീരവോ അല്ലേ? പണ്ടൊക്കെ നമുക്കില്ലേ ഈ അച്ഛൻ റോൾസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് തിലകൻ സാറ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ. ഇപ്പൊ അച്ഛൻ റോൾ എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് ഇങ്ങനെ വിഗൊക്കെ വെച്ചിരിക്കുന്നുണ്ടെങ്കിലും നസീർക്കനെയൊക്കെയാണ് ഓർമ്മ വരുന്നത്. വിഗിന്റെ കാര്യം പറയുമ്പോൾ മുഖം മാറുന്നു. അങ്ങനെ കുറച്ചാലോടെ കഴിയുമ്പോ ഈ മുടിയും പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതുപോലെ വിഗ് വയ്ക്കണം. അല്ല, അത് കഴിയുമ്പോ ഈ സാധനം ഞാൻ എനിക്ക് തരും. നസീറൊക്കെ എനിക്ക് എന്തിന്റെ ആവശ്യമായിരുന്നല്ലോ അന്ന് ഇരുന്നപ്പോ അങ്ങനൊന്നുമില്ല. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. നസീർക്ക് ഇപ്പൊ ഈ ഡ്രസ്സില്ലേ രാവിലെ വാങ്ങിച്ചോണ്ട് വന്നു, കട തുറന്ന് തുത്തി തുറന്നു. ഈ ഫാഷൻ തന്നെ വന്നിട്ട് ഇന്ന് ഇപ്പൊ രാവിലെ ലോഞ്ച് ചെയ്താണ് ഈ സാധനം. ഈ ഷൂസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ക്യാമറ. ഇങ്ങനെ ഒരു ഷൂസ് ഈ കമ്പനി ഒരെണ്ണം ഇറക്കിയിട്ടുണ്ട്.